ഗൈസ്, ഇന്ന് നമുക്ക് കർണാടകയ്ക്ക് പോകണം. പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനം പാക്ക് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എടുക്കാനുള്ള ഒരു സാധനമാണ് ഇത്. മൊത്തം കൊണ്ടാവണല്ല, പോത്തിറച്ചി ഉണക്കിയതാണിത്. മൊത്തം കൊണ്ടുപോകലടാ, ഒരു കഷ്ണം വീട്ടിൽ വെച്ചേക്കണടാ എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് 2 കഷ്ണം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോണത്. ഇനി എടുക്കാനുള്ള ഐറ്റാണ് ദേ ഈ മാങ്ങ. ഇത് ലാസ്റ്റാണ്. ഇതോടുകൂടി ഇവിടുത്തെ മാങ്ങ സീസൺ തീർന്നതായി അറിയിച്ചുകൊള്ളുന്നു. മാങ്ങ ഞാൻ മൊത്തമൊന്നും എടുത്തില്ല. 5 എണ്ണം ഉണ്ടായിരുന്നതിൽ 3 എണ്ണം എടുത്തുള്ളൂ. ബാക്കി 2 എണ്ണം ഇവിടെ അമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്കിവിടുന്ന് 10:30-ക്കാണ് വണ്ടി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ടൗണിലെത്തി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ദോശയും ചായയും തട്ടി. ഞാൻ ഉദ്ദേശിച്ച 10:30-ക്കുള്ള വണ്ടി ഇന്ന് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് അതുപോലെ തന്നെ ഇറങ്ങിപ്പോന്നു. എന്നിട്ട് വേറൊരു ബസ്സിൽ കയറി. 10:30-ക്കുള്ള വണ്ടി പോയായിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്ന കർണാടക ബസ് ഈ റൂട്ട് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടും. ഇത് പെരിക്കലൂർക്കാട്ടോ പോണേ. ഇവിടുന്ന് ഇനി തോണി കയറിയിട്ട് വേണം അക്കരെ എത്താൻ. നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. ഞാൻ കടവിലെത്തിയപ്പോൾ തന്നെ അക്കരയ്ക്ക് പോകാനൊരു തോണി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി അതിൽ കയറി. തോണി നിറച്ചാളായിരുന്നു. ഈ പയ്യനെ കണ്ടോ? ഇവന് മലയാളം അറിയില്ല കേട്ടോ. ആ പയ്യൻ തോണി കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളത്തിലൊന്നും തൊട്ടെ. അപ്പോഴാണ് തോണിയിലുണ്ടായിരുന്ന ഒരു അപ്പാപ്പൻ പയ്യനെ ഭയങ്കര ഉപദേശം എല്ലാം കഴിഞ്ഞപ്പോഴാണ് പയ്യൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞത്, ചേട്ടാ ഇവന് മലയാളം അറിയില്ല എന്ന്. ഇളിബ്യനായി പോയി അപ്പാപ്പൻ വിട്ടുകൊടുത്തില്ല. എന്നവന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു അപ്പാപ്പൻ. അങ്ങനെ ഇക്കരെ എത്തി. ഇവിടെ നോക്കിയപ്പോൾ ഒരാൾക്കൂട്ടം. ഞാൻ വിചാരിച്ചു എന്താടാ ഇത്, ഒരിക്കലും കാണാത്ത പോലെ കുറേ ആൾക്കാരുന്ന്. സംഭവം ഇവർ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. നിലവിൽ നമ്മൾ ഈ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ കൂടിയാണ്. നമ്മൾ കടന്ന പുഴേൻ്റെ അക്കരെ കേരളവും ഇക്കരെ കർണാടകവുമാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ ഒറ്റ കുഞ്ഞില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഷെഡിലെ കുറച്ച് ചിത്രപ്പണികൾ കണ്ടോ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ബൈരക്കുപ്പ എന്നാണ്. ഈ വഴിയാട്ടോ നമ്മൾ വന്നത്. ബസ് തന്നെ ബസ്സിന് എപ്പോഴാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ബസ് നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ഈ ബസ് കയറാൻ നിൽക്കുന്ന വേറൊരാളെ കണ്ടോ. ഞാനിവിടെ എത്തിയപ്പോൾ ഒറ്റ കുഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വന്ന കുഞ്ഞാണത്. ഒരു എറണാകുളംകാരൻ ഗടാഗടിയൻ മനുഷ്യൻ. പുള്ളി വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയ സീറ്റ് ഒരുമാതിരി മെനകെട്ട സീറ്റായിരുന്നു ഗൈസ്. തീരെ വ്യൂ ഇല്ലായിരുന്നു. ഒരു ആനേനെങ്കിലും സ്പോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച. ഒടുക്കത്തെ ഗട്ടറി അടി കുലുക്കത്തിൽ അതിൻ്റെ തൊട്ട് പുറകിലിരുന്ന പയ്യന്മാരുടെ എന്തൊക്കെയോ ചാടിപ്പോവുകയും ചെയ്തു. സീറ്റിനടിയൊക്കെ നോക്കി തപ്പി അടപ്പുണ്ടായിരുന്നു. കാട് കഴിഞ്ഞു ഗൈസ്. ആനേനും കണ്ടില്ല, ഒരു പോത്തിനെ പോലും കണ്ടില്ല. കാട് കഴിഞ്ഞു, പിന്നെ കൃഷിത്തോട്ടങ്ങളായി, പിന്നെ ജനവാസ മേഖലയായി. അങ്ങനെ പോയി ഏറ്റവും അവസാനം ഞാൻ മൈസൂർ എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേനും നാട്ടിൽ നിന്ന് കഴിച്ച ദോശേൻ്റെ കത്തികളൊക്കെ തീർന്നു ഗൈസ്. എങ്ങനെയെങ്കിലും ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായി എനിക്ക്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് 2 ഹോട്ടലുകളുണ്ട്. മലയാളീസിൻ്റെ ആണ്. അതുകൊണ്ട് നമുക്ക് അതിൽ ഒരെണ്ണത്തിൽ കയറി ചോറും കറിയും തട്ടാം. അങ്ങനെ ചോറും ഇത്രയും കറികളും വന്നു, പിന്നെ പപ്പടവും. നമ്മൾ ഈ വിശന്ന് വല്ലാണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡും കഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. 100 രൂപ മുടക്കി എനിക്ക് ആ സുഖം കിട്ടി ഗൈസ്. ഇനി മുന്നോട്ടുള്ള യാത്രയാണ് ഏറ്റവും മടുപ്പിക്കുന്നത്. ഇവിടെയുള്ള 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് KR നഗറിലേക്കുള്ള ബസ്സിൽ കയറണം. സാധാരണ ഞാൻ വരുമ്പോഴൊക്കെ ബസ്സിലൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവാറുള്ളത്. ഇന്നെന്തോ വലിയ തിരക്കില്ലായിരുന്നു. KR നഗർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിർലയ്ക്ക് പോകണം. ഇവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് ബസ് കിട്ടിയാൽ തന്നെ ഒടുക്കത്തെ തിരക്കായിരിക്കും ബസ്സിന്. ബസ്സുകളുടെ എണ്ണവും കുറവാണ്, തിരക്ക് വേറെയും. എന്തെങ്കിലും ലഗേജൊക്കെ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ വന്നും പോയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി മാത്രം വന്നില്ല. ഞാൻ എന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അതിൽ ഭൂരിപക്ഷം സമയം ഇവിടെ എത്തുമ്പം എനിക്ക് കട്ട പോസ്റ്റായിരിക്കും. അങ്ങനെ ബസ് വന്നു. ഞാൻ ഓടിച്ചടി കയറി. ഇനിയുണ്ട് ഏകദേശം 1 മണിക്കൂറോളം യാത്ര. അപ്പോൾ സമയം 5 മണിയായി. അങ്ങനെ കണ്ടക്ടർ വന്നു, ടിക്കറ്റ് എടുത്തു. ഈ അക്കി ഇപ്പം തൂത്തുവാരി പോയുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇരിക്കുന്ന ബസ്സിൽ ഏതോ ഒരു കുരുത്തം കിട്ടത് ഒരു കുപ്പിയെടുത്ത് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം വണ്ടി എടുത്തു. ഞാനാണെങ്കിൽ കറക്റ്റ് ടയറിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല കുലുക്കും. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ മിർലയിലെത്തി. അങ്ങനെ 6:05 ഞാൻ ഇവിടെ എത്തി. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇതാണ് ഇവിടുത്തെ ടൗണ്. ഇനി നമ്മുടെ സൈഡിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതും ഓഫ് റോഡ്. അങ്ങോട്ട് പോകണമെങ്കിൽ ഡാഡിക്കുളി തന്നെ. അപ്പോഴത്തേനും ഞാനൊരു മാംഗോ ബാർ തട്ടി. അങ്ങനെ സമയം പോയി 6:45. ഡാഡി കുളിത്ത് വരെ വന്നില്ല. മൂപ്പരും പോസ്റ്റാക്കിയില്ലോ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആളെത്തി. പിന്നെ കടയിൽ നിന്ന് തന്നെ 1 രൂപ വെള്ളവും മേടിച്ച് സൈറ്റിലെത്തി. രാവിലെ 9:45 തുടങ്ങിയ യാത്ര അവസാനിച്ചത് വൈകിട്ട് 7 മണിയായിപ്പോൾ.